ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രൈഡൽ മേക്കപ്പ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് പഠിച്ചാലോ. അപ്പോൾ ഇത് അഫ്നയാണ് കേട്ടോ. ആൾക്കൊരു ബ്രൈഡൽ മേക്കപ്പാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഒരു മിനിമലായിട്ടുള്ള ലുക്ക് മതി എന്നാണ് കേട്ടോ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളെപ്പോഴും ബേസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം കേട്ടോ. ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ് ഇത് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഹെയർ ഒന്ന് ക്രിംപ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. ശേഷം ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം കേട്ടോ. ആളുടെ സ്കിന്നിന് വന്നിട്ട് ഒരു കോമ്പിനേഷൻ സ്കിന്നാണ് കേട്ടോ. നല്ല ഡ്രൈയും അല്ല എന്നാൽ നല്ല ഓയിലി അല്ല, ഒരു മിഡിലിൽ വരുന്നതാണ്. കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണ്. ഇപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എപ്പോഴും ഒരു പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്ത് അത് ഫേസിൽ സെറ്റ് ആയതിന് ശേഷം അടുത്ത പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ശേഷം ഞാനിവിടെ പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് സ്മാഷ് ബോക്സിൻ്റെ പ്രൈമറാണ്. അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഈ പ്രൊഡക്റ്റിന്. ശേഷം നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഐബ്രോ ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്താൽ മതി എന്ന് ആൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾക്ക് അങ്ങനെ എഴുതുന്നതൊന്നും ഇഷ്ടമല്ല. ശേഷം നമ്മൾ കറക്റ്റ് ചെയ്യാണ് കേട്ടോ. ശേഷം നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് ലൈറ്റായിട്ടില്ല, അതായത് ആളുടെ ഐസിനെക്കാട്ടിലും ഒന്നും കൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കൺസീലറാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കൺസീലർ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് നന്നായിട്ട് ബ്ലെൻഡായി കിട്ടണം, എന്നാലേ ഐ മേക്കപ്പ് സെറ്റ് ആവുകയുള്ളൂ. അപ്പോൾ നമ്മൾ രണ്ട് കണ്ണിലും അത് കൺസീൽ ചെയ്യുക, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പൗഡർ വെച്ച് സെറ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ പൗഡർ യൂസ് ചെയ്യണം. പൗഡർ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഐ മേക്കപ്പ് ചെയ്യുന്ന ടൈമിൽ ഒരു പാച്ചസ് മീൻസ് ഒരു പൊടിയായിട്ട് വരും ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ. അപ്പം നമ്മൾ ആദ്യം ബേസ് കറക്റ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ പാലറ്റിൽ ലൈറ്റ് ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. ആളുടെ ഔട്ട്ഫിറ്റ് വന്നിട്ടൊരു റെഡ് ഔട്ട്ഫിറ്റാണ്. അപ്പോൾ അതിലോട്ട് മാച്ചായിട്ടുള്ള ഒരു ഐ മേക്കപ്പാണ് കേട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അത്യാവശ്യം കുറച്ച് ഗ്ലിറ്ററൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഐ മേക്കപ്പാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. കണ്ണ് ഹൈലൈറ്റ് ചെയ്യണമെന്ന് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഐ മേക്കപ്പാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ശേഷം കൺസീലർ വെച്ചിട്ട് തന്നെ ഞാൻ ഫേസ് നന്നായിട്ട് കറക്റ്റ് ചെയ്യാണ് കേട്ടോ. നമ്മളെപ്പോഴും കറക്റ്റ് ചെയ്യുമ്പോൾ ഒരു ഷെയ്ഡ് പൊടിക്ക് കൂടുതലായിട്ട് കൊടുക്കണം കേട്ടോ. എന്നാലേ നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കറക്റ്റ് സ്കിൻ ടോൺ അനുസരിച്ച് വരുള്ളൂ. അത് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മളെ പക്ക സ്കിൻ ടോണിലോട്ട് വരും. അപ്പോൾ ഞാനിവിടെ കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എപ്പോഴും ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാൻ ഏറ്റവും നല്ലത്. അതാകുമ്പോൾ നന്നായിട്ട് ബ്ലെൻഡായി കിട്ടും, നല്ല ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഫേസ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ഭയങ്കര ലൈറ്റായിട്ടാണ് ഫൗണ്ടേഷൻ കൊടുക്കുന്നത്. ഓൾറെഡി ഞാൻ കൺസീലർ വെച്ചിട്ട് ഫേസ് നന്നായിട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഫൗണ്ടേഷനൊന്നും ആൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഭയങ്കര ലൈറ്റായിട്ടാണ് ഞാൻ ഫൗണ്ടേഷൻ കൊടുക്കുന്നത്. അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. ഫൗണ്ടേഷനും അതുപോലെ തന്നെ ഫേസിൻ്റെ സ്കിൻ ടോണിനെക്കാട്ടിലും ഒരു പൊടിക്ക് ലൈറ്റായിട്ടാണ് കൊടുക്കുന്നത്. എന്നാലേ നമുക്ക് കറക്റ്റ് സ്കിൻ ടോണായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഫേസ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം കേട്ടോ. നമ്മളെപ്പോഴും മേക്കപ്പ് ചെയ്യുമ്പോൾ ഫേസിൽ മേക്കപ്പ് ചെയ്യുന്ന അതേ പ്രൊഡക്റ്റിനെ നമ്മൾ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യാൻ നോക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഫേസ് ഒരു ടോണും കഴുത്തൊരു ടോണുമായിട്ട് മാറും. അപ്പോൾ നമ്മൾ ഫേസിൽ കൊടുക്കുന്ന ഫൗണ്ടേഷൻ സെയിം തന്നെ നമ്മൾ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യാൻ നോക്കുക. ശേഷം പൗഡർ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്യുക കേട്ടോ. ഞാനിവിടെ കോണ്ടോർ ചെയ്തിട്ടില്ല. ആളുടെ ഫേസ് കുഞ്ഞു ഫേസാണ് കേട്ടോ, വീഡിയോയിൽ കാണുന്ന പോലെയല്ല. അപ്പോൾ നമ്മൾ കോണ്ടോർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസ് ഒന്നും കൂടെ ചെറുതാവും. ശേഷം ബ്ലഷും അതുപോലെ തന്നെ ഹൈലൈറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഹൈലൈറ്ററായിട്ട് ഹുദാ ബ്യൂട്ടിയുടെ ഒരു ഹൈലൈറ്ററാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഡ്രസ്സിലോട്ട് മാച്ചായിട്ടുള്ള ഒരു ലിപ് ഷെയ്ഡാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, ഒരു റെഡ് കളറിൽ വരുന്നത്. ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ ലൈറ്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലാഷ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് കണ്ണിലും. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് യൂറ പാരീസിൽ 54 വരുന്ന ഷെയ്ഡാണ് കേട്ടോ. അടിപൊളി ലാഷാണ്. ഇതൊരു ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള മേക്കപ്പ് വർക്കായിരുന്നു കേട്ടോ. എൻ്റെ ഫ്രണ്ടായിരുന്നു ക്യാമറമാൻ. അപ്പോൾ ആളുടെ സജഷൻ അനുസരിച്ചാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഹെയർ സ്റ്റൈലൊന്നും ചെയ്യേണ്ടെന്ന് ആൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ ഹെയർ സ്റ്റൈലൊന്നും ഞാനിവിടെ കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ഓർണമെൻറ്റ്സ് ആൾ പോകുന്ന ടൈമിൽ എടുക്കാൻ മറന്നിരുന്നു. പിന്നെ രണ്ടാമത് നമ്മൾ ഇവിടുന്ന് പോയിട്ട് പർച്ചേസ് ചെയ്തതാണ്.
അപ്പോൾ ഡ്രസ്സിലോട്ട് മാച്ചായിട്ട് ഒരു സിമ്പിളായിട്ടുള്ളൊരു ഓർണമെൻറ്റ്സാണ് ആൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സിമ്പിളായിട്ട് മതി എന്നാണ് പറഞ്ഞത്. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ നമ്മൾ ഓർണമെൻറ്റ്സൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു സിമ്പിൾ മാലയും അതുപോലെ തന്നെ ഇയറിങ്ങും ചൂട്ടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. ഹെയർ നമ്മൾ സെൻറ്റർ പാർട്ടീഷനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഹെയർ സ്റ്റൈൽ നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് 2 സൈഡിലോട്ടും കുറച്ച് ഹെയർ എടുത്ത് സ്ലൈഡ് വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ബേബി ഹെയർസ് ഉണ്ടായിരുന്നു, അതൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഫ്രണ്ടിലോട്ട് വരുന്നതുകൊണ്ട് തന്നെ ആൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് ചോട്ടി ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ശേഷം നമ്മൾ ദുപ്പട്ട സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്ലൈഡ് വെച്ചാണ് കേട്ടോ സെറ്റ് ചെയ്യുക. നന്നായിട്ട് സ്ലൈഡ് കൊടുക്കുക. കാരണം നമ്മൾ ഇപ്പോൾ ബ്രൈഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെഡ്ഡിങ്ങിൻ്റെ ടൈമിൽ സ്റ്റേജിലൊക്കെ നിൽക്കുമ്പോൾ അത് ചിലപ്പോൾ ഊരി പോരാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ നന്നായിട്ട് സ്ലൈഡൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. കാരണം വെഡ്ഡിങ്ങിൻ്റെ ടൈമിൽ അവർ ശ്രദ്ധിക്കാൻ ചാൻസ് കുറവാണ്, അപ്പോൾ ശ്രദ്ധിക്കില്ല. അപ്പോൾ നന്നായിട്ട് സ്ലൈഡൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യുക കേട്ടോ. ഫ്രണ്ടിൽ കുറച്ച് ഹെയർ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾ പറഞ്ഞ പോലെ. ഫൈനൽ ലുക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് ലൈറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂ കാരണം നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫൈനൽ ലുക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ നമ്മൾ ആൾക്ക് ലെൻസ് വെച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. അത് ലെൻസ് വെക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ വെക്കണം. മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളിവിടെ ലെൻസ് വെച്ചിട്ടില്ല. അത് ആദ്യം തന്നെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെൻസ് വേണ്ട, ആൾക്ക് ഇങ്ങനെ ചെറിയൊരു അലർജി ഇഷ്യൂസൊക്കെ ഉണ്ട്, അപ്പോൾ ലെൻസ് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ആളുടെ ഫൈനൽ ലുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ആളുടെ ഫൈനൽ ലുക്ക് കാണാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ആളുടെ ഫൈനൽ ലുക്ക് വരുന്നത്.